ഹലോ നമസ്കാരം, അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ഫാബ്രിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോണ്ടറി ഷോപ്പിലാണ് വന്നേക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഷോപ്പാണ്. ഏകദേശം എനിക്ക് 4 മാസമായെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ശരിക്കും പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ വരും ദിവസങ്ങൾ വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒന്ന് എടുക്കുന്നതാണ്. ഉള്ളിലേക്ക് കയറിയിട്ട് കാണിച്ചു തരാം. ഇതേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് തുണി അലക്കുന്ന ഒരു പരിപാടി, അതാണ് നമ്മുടെ ഫാബ്രിക്കോ. അതിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറിയിട്ട് തന്നെ പറയാം. ഇതാണ് നമ്മുടെ ഫാബ്രിക്കോൻ്റെ ഉൾവശം. ഇതാണ് ഈ ഷോപ്പിൻ്റെ മുതലാളി മുനീർക്ക. സുഖല്ലേ? എങ്ങനെയുണ്ട് പുതിയ ബിസിനസ്? തിരക്കടില്ല, കുഴപ്പമില്ലാത്ത പോകുന്നു. എന്നാലും തുണിയൊക്കെ അലക്കാനായിട്ട് വരുന്നുണ്ടോ? ഇഷ്ടംപോലെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ബിസിനസ് പറഞ്ഞാൽ ഇതല്ല, നമ്മൾ ഒരു ഓൺലൈൻ സർവീസിന്റെ നടത്തുന്ന നാട്ടില്. അപ്പൊ അതിൽ കുറച്ച് പൈസ ഒക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ പുതിയൊരു ബിസിനസ് നമ്മൾ തുടങ്ങാൻ തീരുമാനിച്ചത്. നമ്മൾ നിലവിൽ ഇതുപോലത്തെ ഒരു ബിസിനസിനെ പറ്റി ഒരു എക്സ്പീരിയൻസോ പരിചയമോ ഒന്നും നമുക്കില്ല. ഇവരെങ്ങനെ പറഞ്ഞേക്കുന്നത് തിരക്കടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ബിസിനസ് കണ്ടെത്തതും. ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ മുതലാളികളുടെ ഇതിന്റെ ഒരു ആവശ്യം എന്തില്ല, ഈ കച്ചവടത്തിൽ ഇവിടെ ആവശ്യമില്ല. ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ ഓഫീസിൽ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ മുന്നേക്കയുടെ നമ്മുടെ ഈ ലോണ്ടറി ഷോപ്പിലേക്ക് നമ്മുടെ 7 കിലോമീറ്റർ ചുറ്റളവല്ല, 7 കിലോമീറ്റർ ഇപ്പൊ 10 കിലോമീറ്റർ ചുറ്റളവ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ കുറച്ച് പുതിയ കടല്ലേ, കുറച്ചും കൂടെ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി 10 കിലോമീറ്റർ ചുറ്റളവ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമ്മൾ 7 കിലോമീറ്റർ ചുറ്റളവ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ ഈ പെരിന്തൽമണ്ണ 10 കിലോമീറ്റർ ചുറ്റളവില് എന്ത് ഡ്രസ്സ് കഴുകാനുണ്ടെങ്കിലും ഇങ്ങോട്ട് പോരണ്ട, വിളിച്ചു പറഞ്ഞാൽ മതി. അറിയാം, ആപ്പ് ഉണ്ട് മൊബൈലില്. ഫാബ്രിക്കോ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് വീട്ടിൽ വന്ന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി തിരിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരും. അതും എല്ലാവരും ഉള്ളതിനേക്കാളും വില കുറവില്ല. 1 കിലോ വാഷ് ചെയ്തിട്ട് ഈ 79 രൂപയാണ് 1 കിലോന്. 1 കിലോന് അത് എത്ര ഷർട്ട് ഉണ്ടായാലും എന്തായാലും 1 കിലോ ആയിട്ടുണ്ടെങ്കിലാണ് ചാർജ്. അത്ര വരുന്നത്. വെറും വാഷ് ചെയ്യാനാണെങ്കിൽ 59 രൂപ. പിന്നെ പൈസ കുറയാണ്. അയൺ ചെയ്യുമ്പോഴാണ് 79 രൂപ. അയൺ ചെയ്യാതെ വെറുതെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്ത് വാഷ് ചെയ്തിട്ടാവുമ്പോഴാണ് 79. അയൺ ചെയ്യാതാണെങ്കിൽ 59 രൂപ. 59 രൂപ 1 കിലോ. അപ്പൊ വേഗം കഴുകാത്ത തുണിയൊക്കെ ഉള്ളവർ വേഗം കൊണ്ടുപോരാ, എല്ലാം ഇവിടെ കൊടുന്ന് കഴുകിക്കോ. ഇനി സംരംഭത്തെ കുറിച്ച് വേറെ കുറച്ച് കാര്യങ്ങളോടും പറഞ്ഞുതരാം. ഇത് ഇവിടുത്തെ ഇവരുടെ വാഷ് ചെയ്യുന്ന യൂണിറ്റ് ഒക്കെ ഉണ്ടാവും. ഇത് മുകളിൽ ഇത് ഉണക്കണ സിസ്റ്റം ഒക്കെ ആണെന്ന് തോന്നുന്നു. അടിയിൽ ഇതിന്റെ അലക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ഇതേപോലത്തെ 2 യൂണിറ്റാണ് ഇവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരാം. അതുപോലെ ഇനി കൂടുതലായിട്ട് നമുക്ക് തുണിയൊക്കെ അലക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇപ്പുറത്തേക്ക് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സംരംഭം നടത്താനായിട്ട് ഇതിന്റെ മുതലാളി നാട്ടിൽ വേണമെന്നൊരു നിർബന്ധമില്ല. കയ്യിൽ പൈസ ഉണ്ടോ നമുക്ക് തുടങ്ങാം. അപ്പൊ കയ്യിൽ പൈസ ഉള്ളവർ ഓടിച്ചാടി കൊണ്ടിടണ്ട. ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് ഇറങ്ങാവുന്ന ഒരു ബിസിനസ്സാണ്. ബാക്കി പറയാം. ഉള്ളിലേക്കാണ് ചില ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇവരുടെ ഇത് അയൺ ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ 2 ടേബിൾ ഉണ്ട്. ഇവിടെ ഇട്ടിട്ടാണ് അയണൊക്കെ ചെയ്യുന്നത്. ഇത് മിഷന്റെ ബാക്ക് വശം കണ്ടോ. ഇവിടെ ഒരു മിഷൻ കൂടി വെക്കാനുള്ള സെറ്റപ്പുകൾ ചെയ്തിട്ടുണ്ട്. പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മോളിൽ നിന്ന് എന്തോ പൈപ്പൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തുണിയൊക്കെ അലക്കി ഉണക്കി നമ്മുടെ വീട്ടിലേക്ക് ഇവർ എത്തിച്ചു തരും. ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ സർവീസാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൊബൈൽ ആപ്പ് വഴി നമുക്ക് ഇവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്തോളും. നമ്മുടെ ഡ്രസ്സ് കൊണ്ടുവന്ന് ഇവർ വാഷ് ചെയ്തൊക്കെ തരും. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കൂടെ തന്നെ ഇരുന്ന് അറിയാൻ പറ്റും. എത്ര ഡ്രസ്സ് ഇവിടെ വന്നിട്ടുണ്ട്, എത്ര ഡ്രസ്സ് ഇവിടുന്ന് വാഷ് ചെയ്ത് പോയി, എത്ര രൂപ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ലോകത്തിന്റെ എവിടെ ഇരുന്നും നമുക്ക് ഈ ബിസിനസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ CCTV കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് കണ്ട് ഇവിടെ എത്ര കസ്റ്റമർ വരുന്നുണ്ട്, ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ പണി ചെയ്യുന്നുണ്ടോ എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് ഈ സംരംഭത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസിയാണ് നമ്മുടെ മുനീർഭായ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പൊ മുനീർഭായിയുടെ കുഴപ്പമില്ല. നമ്മളിപ്പോ 3-4 മാസമായിട്ട് ഇതൊന്നും നടക്കുന്നു. അല്ല, തിരക്കടില്ലാത്തൊരു പ്രോഫിറ്റും കാര്യങ്ങളും. ദിവസത്തിൽ എന്തോരം നേരം ഇവിടേക്ക് വരും? അങ്ങനെ വരില്ല, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരലുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിട്ടാണ് ഈ ബിസിനസ് ഇവിടെ റൺ ചെയ്ത് പോകുന്നത്. അപ്പൊ അങ്ങനെ ബിസി ആയിട്ട് വേറെ ഏതെങ്കിലും ബിസിനസ്സിലൊക്കെ ബിസിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ഒരു സാന്നിധ്യം ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്, അതും നല്ല രീതിയിൽ. അതായത് മീൻസ് നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു ലോണ്ടറി സെറ്റപ്പ് അല്ല. ഒരു ശരിക്കും പറഞ്ഞാൽ വേറെ ലുക്ക് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? നമ്മുടെ ആള് ഡ്രസ്സ് കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ലൈവായിട്ട് കാണാം. നമ്മുടെ ഡ്രസ്സ് എങ്ങനെയാണ് കഴുകുന്നത്, എങ്ങനെയാണ് അയൺ ചെയ്യുന്നത്, ഇതൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഫ്രീ വൈഫൈ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അടിപൊളിയാണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ വരും ദിവസങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. ഈ ഫാബ്രിക്കോന്റെ ടീം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളോട് പറഞ്ഞിട്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടോളൂ.